ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രോഷറ്റ് സീരീസിൻ്റെ ഡേ 15 ആണിന്ന്. സോ നമ്മളിന്ന് ഒരു ക്രോഷറ്റ് ക്രോസ് ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്രീമിയം അക്ലിക്കാണ്. പിന്നെ 4mm ഹുക്ക്, നമ്മൾ ഏത് യാണിനനുസരിച്ച് ടൈപ്പിൽ ഹുക്ക് എടുക്കാം. സോ ഫസ്റ്റ് മാജിക് റിങ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയിൻ 3 ചെയ്തിട്ട് ഈ റിങ്ങിനുള്ളിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യും 3 ടൈംസ്. എന്നിട്ട് ചെയിൻ 3 ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷേ 4 ടൈംസ്, ചെയിൻ 3. ഇത് നമ്മൾ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അതായത് ഡബിൾ ക്രോഷേ 4 ടൈംസും പിന്നെ അതിനുശേഷം ചെയിൻ 3. ഇത് 3 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷയില്ലേ, ഫസ്റ്റ് സെറ്റ് ചെയ്ത് ആ ഡബിൾ ക്രോഷയിലേക്ക് നമ്മൾ ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ റോ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതാണ് ഫസ്റ്റ് റൗണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ആ കാണുന്ന നെക്സ്റ്റ് 3 ഡബിൾ ക്രോഷയിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഇനി ചെയിൻ 3, അതിനുശേഷം ഡബിൾ ക്രോഷേ ചെയ്യുക 4 ടൈംസ് ഈ സർക്കിൾ ആ സ്പേസിൽ, ഫസ്റ്റ് സ്പേസിൽ. എന്നിട്ട് ചെയിൻ 3 ചെയ്യാം. എന്നിട്ട് പിക്ക് ഔട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ആ കാണുന്ന ഫസ്റ്റ് ആ 2 ലൂപ്പില്ലേ, ആ 2 ലൂപ്പിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. കണ്ടില്ലേ, ആ ഒരുമിച്ചുള്ള 2 ലൂപ്പിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ശേഷം 3 പ്രാവശ്യം ഡബിൾ ക്രോഷേ ചെയ്യാം. നമുക്ക് ആ സെയിം സ്പേസിൽ തന്നെയാണ്.
അതിനുശേഷം നമ്മൾ ചെയിൻ 3 ചെയ്യാം. എന്നിട്ട് ആ സ്പേസിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ആ നെക്സ്റ്റ് 4 സ്പേസിൽ 4 ചെയിനിൽ നമ്മൾ 4 ടൈംസ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓരോ ചെയിനിലും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം 4 സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് നമ്മൾ സെയിം ചെയിൻ 3 ചെയ്യണം. എന്നിട്ട് ഡബിൾ ക്രോഷ്യ നമ്മൾ 4 ടൈംസ് ഈ സ്പേസിൽ ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയിൻ 3 ദെൻ പിക്കോട്ട്. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ 3 ടൈംസ് ചെയിൻ 3 സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാം. ഫോർ ടൈംസ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം 4 ചെയിനിൽ. Again chain 3 double crochet 4 double crochet ഈ സ്പേസിൽ ചെയ്യാം. chain 3 picot. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ 3 ടൈംസ് ചെയിൻ 3. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, സെയിം സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചെയിൻ 3 നമ്മൾ ചെയ്യാം. എന്നിട്ട് ആ സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം.
നെക്സ്റ്റ് 4 ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 3 ചെയ്യാം. ഡബിൾ ക്രോഷേ 3 ടൈംസ് നെക്സ്റ്റ് സ്പേസിൽ, ഈ സ്പേസിൽ നമ്മൾ ഈ ചെയിൻ ചെയ്ത സ്പേസിൽ തന്നെ ചെയ്യാം. ആഫ്റ്റർ നമുക്ക് ചെയിൻ 3, എന്നിട്ട് ആ സ്പേസിൽ തന്നെ നമുക്ക് വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യണം. അതിനുശേഷം നമ്മൾ ടേൺ ചെയ്യുക. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് 4 ടൈംസ് നമ്മൾ ആ ചെയിനിൽ 4 ഡബിൾ ക്രോഷയിലും ചെയ്യാം. നമ്മൾ ആ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 3, ദെൻ വീണ്ടും ഈ സെൻറ്റർ സ്പേസിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യും 3 ടൈംസ്. അതിനുശേഷം ചെയിൻ 3 ചെയ്യുക. ദെൻ ആ സ്പേസിൽ തന്നെ വീണ്ടും നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യും. 4 ടൈംസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആ 4 ഡബിൾ ക്രോഷയിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 3, ദെൻ 4 ഡബിൾ ക്രോഷേ. അതിനുശേഷം നമ്മൾ എഗെയിൻ ചെയിൻ 3 ചെയ്യാം. എന്നിട്ട് പിക്ക് ഔട്ട് ചെയ്യാം.
ഡബിൾ ക്രോഷേ, ചെയിൻ 3, എന്നിട്ട് ആ സ്പേസിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സോ നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് അതിന് മുന്നേ 3 ടൈംസ് ആ 3 ഡബിൾ ക്രോഷ്യയിൽ നമുക്ക് 3 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. ചെയിൻ 1 ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യാൺ കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഷേപ്പ് വരുന്നത്. നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സ് ഉണ്ടോ ആ കളർ യാൺ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നാളെ ഡേ 16 ആണ്. അപ്പോൾ വേറൊരു പ്രൊജക്റ്റാണ് നമുക്ക് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.